സാറിപ്പോൾ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ തമാശ. അത് ഈ ഡയറക്ടർമാർ വന്ന് പറയുമ്പോൾ ചുമ്മാ തലയാണിച്ച് കൊടുക്കുന്നത്. ഏതാണ് ആദ്യം അഭിനയിച്ച പടം? അത് ഓർമ്മ പോലും ഇല്ല, ഞാനത് ശ്രദ്ധിക്കാറില്ല. അതായത് അതിന് ഒരു ഇച്ചിരി കൂടുതലൊക്കെ ഉള്ളത് തന്നെ ഒരു KK റോഡെന്ന് പറഞ്ഞതിനകത്താണ്. KK റോഡ്. അത് പല ഫിലിം പടം ഇറങ്ങിയെന്നുള്ളത് ജനം അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഇറങ്ങിയതേ പൊട്ടിയെന്ന് ഞാൻ കേട്ടത്. പക്ഷേ എൻ്റെ പൊട്ടിയാൽ എൻ്റെ അഭിനയം കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആരും കുറ്റം പറഞ്ഞില്ല. അത് ഈ ഡബ് ചെയ്ത് വലിയ സംഭവമാണെന്ന് ഇവരെന്നോട് പറഞ്ഞു. വലിയ സംഭവമാണെങ്കിൽ ഇപ്പം എറണാകുളത്ത് വരണം 2 ദിവസം കൊണ്ട് തീരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് നോക്കാം. ഞാൻ തമാശ ഇന്നിപ്പോൾ വരട്ടെ, ഞാൻ നോക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് എല്ലാം കൂടെ ഒരു 2 മണിക്കൂർ കൊണ്ട് സംഭവം എല്ലാം തീർത്തേച്ച് ഞാൻ ഗുഡ് ബൈ പറഞ്ഞു പോകും. ഈ ഡയലോഗ് സാർ കാണാപ്പടം പഠിച്ചോ അതോ എങ്ങനെ പ്രോംപ്റ്റ് ചെയ്തോ? അത് പറയുമ്പോൾ അതനുസരിച്ച് പറയും, ഗ്യാപ്പില്ലാതെ അങ്ങനെ പറയും. പിന്നെ ഒരു ടേക്കിനെല്ലാം തീർത്ത് വിട്ടല്ലോ. അവരെ ഫിലിം ലാഭമാണ്. വളരെ ചുരുക്കം ഒന്നും മാറിയാൽ 4-5 പോയി. അത് അന്നേരം അവർ പിടിച്ചാൽ അത് കറക്റ്റായിട്ട് വരും. അതെല്ലാം സംബന്ധിച്ചല്ലോ. അവർക്ക് എന്നെ കൊണ്ട് നഷ്ടം വരുന്നില്ല, ഫിലിം നഷ്ടം വരാതെ ഞാൻ തീർത്ത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് ഒരു 5-6 പടത്തിൽ അഭിനയിച്ചെന്ന് ഇതുവരെ. ഇനിയും വിളി വന്നു കഴിഞ്ഞാൽ അഭിനയിക്കും? പറയാൻ പറ്റില്ല, മൂഡ് പോലിരിക്കും. അതാണ് സത്യം. ഈയിടെ എന്നെ വിളിച്ചു, ഒരു അച്ഛൻ്റെ ഭാഗമാണ്, ഒരു ടീച്ചറാണ്, അധ്യാപകനാണ്, പോകണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചു. 100 പ്രശ്നമല്ലെന്ന് ഇതിനിടയ്ക്ക് എവിടുന്ന് സമയം. സാർ ശമ്പളം പറ്റുമോ? ആരെ ഈ സിനിമയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് ശമ്പളം പറയുമോ സാർ? 5 പൈസ ഇതുവരെ ഒരുത്തും തന്നിട്ടില്ല. അയ്യോ, അതില്ല. അവരുടെ വണ്ടി പോലും ഞാൻ ഉപയോഗിക്കുകയാണ്. അതൊക്കെ മര്യാദയില്ല. അവരെ ഒരു സന്തോഷത്തിൽ വരുമ്പം അവരെ സഹായിക്കുക എന്നതല്ല, അല്ലാതെ നമ്മൾ പണത്തിന് വേണ്ടിയില്ല. ഇതുവരെയും ഒരു സിനിമയിൽ പോയിട്ട് 1 പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇനി വല്ലവരും ഇടയ്ക്ക് വാങ്ങുന്നുണ്ടോ എന്ന് അന്വേഷിച്ചേക്കണം കേട്ടോ. ഞാൻ വാങ്ങിയിട്ടില്ല. 1 പൈസ വാങ്ങിയിട്ടില്ല. അവരുടെ വണ്ടി പോലും ഉപയോഗിക്കാറില്ല. എൻ്റെ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ അഥവാ തരികയാണെങ്കിൽ മന്ത്രിയുടെ റോളൊക്കെ സാർ നന്നായിട്ട് ചെയ്യും. മന്ത്രി, രാഷ്ട്രീയക്കാരൻ അല്ലാതെ ഒരു റോള് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഏത് റോളായിരിക്കും? ഏത് റോളും ചെയ്യും. എനിക്ക് ബാലാജി വെച്ച് നോക്കിയേക്കാം. അതിനൊന്നും മടിയൊന്നുമില്ല. ഏത് റോളും അഭിനയിക്കാൻ എനിക്ക് ഒരു മടിയില്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സാറ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. രഹസ്യങ്ങളുടെ ഒരു കല്ലറയാണ്. സാറ് പറയും ഞാൻ രഹസ്യം എൻ്റെ ഉണ്ട്, അത് എൻ്റെ ഉണ്ട്, അതുകൊണ്ട്. ഇത് സാറിന് എങ്ങനെയാണ് ഈ രഹസ്യങ്ങൾ കിട്ടുന്നത് സാർ? അതും ഒരു രഹസ്യമാണ്. ആ രഹസ്യം പുറത്തു പോയാൽ പിന്നെ കാരണം പലതും ഓതൻറ്റിക്കേറ്റഡ് ആയിട്ട് അത് ശരിയാണെന്ന് പിന്നീട് തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കേട്ടോ, ബാലാജിയോട് പറയുന്നു, ഞാൻ കേരളീയ ജനസമൂഹത്തോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ 100% സത്യമാണ്. 100%. മനസ്സിലായില്ലേ? ഉദാഹരണമാണ്, ഇപ്പോൾ വിദ്യാഭ്യാസ ലോൺ മുഴുവൻ കൂടി റിലയൻസ് പറഞ്ഞ കുത്തകക്കാരൻ കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അന്തിച്ചിരിക്കുക. അപ്പോൾ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് തെളിവ് ഇപ്പോൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുകയല്ല, അത് താമസിക്കുകയല്ലേ. അതുപോലെ ഈ റബ്ബർ സംഭരണം, കർഷകനെ കൊന്നിരിക്കുകയല്ലേ. അതാരാ കൊന്നതെന്ന് കേരളത്തിൽ ഞങ്ങൾക്കറിയാം. അതിന് ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തുകയല്ലേ. പക്ഷെ ഉമ്മൻചാണ്ടി കൂട്ടു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം ചെയ്യുന്ന തെറ്റ്. നമുക്ക് ആ മൂടിയിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി സാറിന് ഇഷ്ടപ്പെട്ട ഒരു കോമഡി പാട്ട് നമ്മുടെ ഈ പാവാട വേണം, നമ്മുടെ കുതിരോട്ടം പപ്പുവിനെ ഞാൻ കോളേജ് പഠിക്കും പരിചയം എനിക്ക്. കുതിരോട്ടം പാവാട വേണം മേലാട വേണം എന്ന് പറഞ്ഞുള്ള ആ പാട്ട്, അത് കൊള്ളാൻ കേട്ടോ. നല്ല നമുക്കൊന്ന് മൈൻഡ് മാറ്റാൻ പറ്റും. അതായിക്കോട്ടെ, സമ്മതിച്ചു. പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാണ്ട കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താട് നീ നമ്മക്ക്. പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാണ്ട കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താട് നീ നമ്മക്ക്. അല്ലാതെ ഉമ്മ പൊല്ലാപ്പ് വേണ്ട 5000 കൊടുക്കാം. അല്ലാതെ ഉമ്മ പൊല്ലാപ്പ് വേണ്ട 5000 കൊടുക്കാം. അതിനൊപ്പം പണം അവൻ മഹറായി തന്നാൽ നിക്കാഹ് പൊടി പൊടിക്കാം. ഐഷന്റെ നിക്കാഹ് പൊടി പൊടിക്കാം. പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാണ്ട കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താട് നീ നമ്മക്ക്.
ചീഫ് വിപ്പ് എന്ന് പറയുന്ന പദവി ഉണ്ടെന്ന് പോലും ജനങ്ങൾ അറിയുന്ന സാർ വന്നതിന് ശേഷമാണ്. പലവർക്കും ഡൗട്ടാണ്. ഞാൻ പലരോടും ചോദിച്ചു, ഞാൻ സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പദവി, അതായത് ഇപ്പം നമ്മുടെ അബ്ദുൽ കലാം വന്നതിന് ശേഷമാണ് പ്രസിഡന്റിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞ പോലെ സാറ് വന്നതിന് ശേഷമാണ്. പക്ഷേ പലവർക്കും ഇപ്പോഴും ഡൗട്ടാണ്. ഞാൻ പൊതുവായിട്ട് ഇങ്ങനെ കുറേ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ചീഫ് വിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് അവരുടെ പവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ സാർ ഒരു ചീഫ് വിപ്പ് ആയിരുന്നു എന്ന സ്ഥിതിക്ക് എന്താണ് ചീഫ് വിപ്പ്, എന്താണ് അതിൻ്റെ പവേഴ്സ് എന്നൊന്ന് പറയാമോ സാർ? ചീഫ് വിപ്പ് എന്ന് പറഞ്ഞാൽ വിപ്പുമാരുടെ ചീഫ്, അത്രേ ഉള്ളൂ. ഒരു വിലയില്ല, ഒരു കാര്യമില്ല. നിയമസഭ കൂടുമ്പോൾ നിയമസഭ വോട്ട് ചെയ്യേണ്ട ഭരണകക്ഷി എം.എൽ.എമാരെ ബോധ്യപ്പെടുത്തുക, അവരെ സഭയിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ വേറൊരു പണിയില്ല. പക്ഷേ നമ്മളെ വിറ്റോ പവർ എന്തോ അങ്ങനെ ഒന്നുണ്ട്, നമ്മൾ അത് പറഞ്ഞാലേ അത് നമ്മൾ വിപ്പ് കൊടുക്കാനുള്ള അധികാരം നമുക്ക്. പക്ഷെ വേറെ കാര്യം, മുഖ്യമന്ത്രി പറഞ്ഞാലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതാർക്കും അറിയില്ല. ചീഫ്, നിയമസഭയുടെ ചീഫ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാണ് തലവൻ. അദ്ദേഹം വിപ്പ് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കണം. പക്ഷേ അദ്ദേഹം പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം. ഇപ്പം നിയമസഭയിൽ ഇപ്പോൾ വോട്ടിംഗ് ഉണ്ട്. വോട്ടിംഗ് ഉള്ളപ്പോൾ എം.എൽ.എമാർ സഭയിൽ ഹാജരാകണമെന്ന് പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുള്ളൊരു ജോലി. പിന്നെയുള്ളൊരു ജോലി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സത്യത്തിലൊരു വിപ്പെന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്റർ ആവശ്യമില്ല. പിന്നെ ഇവിടെ ഇപ്പം നമുക്ക് പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്റർ ഉണ്ട്. അപ്പോൾ അന്നല്ലെങ്കിൽ ഈ വിപ്പിന് ഒരു പ്രസക്തിയില്ല. ഞാനുണ്ടായിരുന്ന ഉദാഹരണം പറയാം. ഇപ്പം ഒരു ഉദാഹരണം കേട്ടുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ തിരുവനന്തപുരത്തെ ജില്ലാ കോടതി ഒരു പരാമർശം നടത്തി. ആ പരാമർശം തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഞാൻ വളരെ സ്ട്രോങ് നിലപാട് സ്വീകരിച്ച് അന്നേരം കമൻറ്റ് കൊടുത്തപ്പോൾ ജഡ്ജി മാറേണ്ടി വന്നു. മുഖ്യമന്ത്രി രാജിവെക്കുന്നതിന് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വന്നില്ല. അങ്ങനെയൊക്കെ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനെയോ പാർട്ടിയോ? ഗവൺമെൻറ്റിനെ. കാരണം ഗവൺമെൻറ്റിൻ്റെ വിപ്പാണ്. ബാധ്യത ചീഫ് വിപ്പിനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്.